മതത്തിൽ നിന്ന് ആളുകൾ മാറിപ്പോകുന്നുണ്ട്. മതത്തിനോട് വലിയ താല്പര്യമില്ലാതെ വരുന്നുണ്ട്. ചില ആളുകളെങ്കിലും ഭൗതികവാദികളുടെ പ്രചാരണങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. അതനുസരിച്ച് ആത്മഹത്യ കൂടിക്കൊണ്ടിരിക്കും. അതിൻ്റെ തോതിപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നു. ആത്മഹത്യ കൂടുന്നത്, കൊലപാതകങ്ങൾ കൂടുന്നത്, മോഷണം കൂടുന്നത്, മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഉപയോഗം കൂടുന്നത്, തൽഫലമായി കുറേ അനർത്ഥങ്ങൾ ഉണ്ടാവുന്നത്. മതവിശ്വാസത്തിൽ നിന്നും ദൈവവിശ്വാസത്തിൽ നിന്നും മനുഷ്യനെ എങ്ങനെയെങ്കിലുമൊക്കെ ഊരിയെടുക്കണം എന്നും പറഞ്ഞിട്ട് കുറേ ആളുകൾ കഠിനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൗതികമായി അവർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ആഖിറത്തിലും ഈ ഒരു സേവനം ചെയ്യുന്നതുകൊണ്ട് അവർക്കൊരു നന്മയും ലഭിക്കാനില്ല. പിന്നെ അവർ സമൂഹത്തിന് നൽകുന്ന ഏക സേവനം പിടുത്തം വിട്ട താന്തോന്നികളായ, ബാധ്യതകളില്ലാത്ത, ധർമ്മം എന്താണെന്നറിയാത്ത, സത്യവും നീതിയും മനസ്സിലാക്കാത്ത സ്വന്തം മാതാപിതാക്കളെപ്പോലും കേവലം അവരുടെ പ്രൊഡ്യൂസർമാർ എന്ന് മാത്രം മനസ്സിലാക്കുന്ന, അവരുടെ നിർമ്മാതാക്കൾ അത്രമാത്രം എന്ന് മാത്രമല്ല, മാതാപിതാക്കൾ അവരുടെ ആനന്ദം പൂർത്തീകരണത്തിന് വേണ്ടി സെക്സിൽ ഏർപ്പെട്ടു, അതിൻ്റെ ഉപോൽപ്പന്നമായി ഞാൻ ജനിച്ചു, അതിൻ്റെ അപ്പുറം അവരോട് ബാധ്യതകളൊന്നുമില്ലെന്ന് പഠിപ്പിക്കുന്ന, വൃദ്ധസദനങ്ങളിൽ മാതാപിതാക്കൾ നിർബന്ധമായും അടക്കപ്പെടണമെന്ന് സിദ്ധാന്തിക്കുന്ന, വികലാംഗരായി ജനിക്കുന്ന കുട്ടികളെ കൊല്ലണം എന്ന് പറയുന്ന, സ്വന്തം പെങ്ങളെയും സ്വന്തം ഉമ്മയെയും സ്വന്തം മകളെയും ലൈംഗിക ബന്ധത്തിന് ഉപയോഗിക്കാമെന്ന് പറയുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അതിൽ അവർ ജയിക്കുന്നതനുസരിച്ച് നമ്മൾ ഇതുവരെ പുലർത്തി വന്ന എല്ലാ ധാർമ്മികതയും കേട്ടുകേൾവിയാകുന്നു. മതം ഇസ്ലാം എന്നുള്ള രീതിയിൽ നമ്മൾ തൽക്കാലം മാറി ചിന്തിക്കാം. ദൈവമില്ല, പരലോകമില്ല എന്ന് പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരെ പല രീതിയിൽ താന്തോന്നികളാക്കി മാറ്റുന്നവർ ലോകത്തിന് നൽകുന്ന സംഭാവന എന്താണ്? മതം എന്ന് പറയുന്ന തീവ്രമായ വികാരം ആരെയാണോ സ്വാധീനിക്കുന്നത്, അതനുസരിച്ച് അവർ ധർമ്മനിഷ്ഠരാകും എന്നതിൽ ഒരു തർക്കമില്ല. നിങ്ങൾ എന്തിനാണ് വിശുദ്ധകളായി നടക്കുന്നു? ഡ്രസ്സ്, ഒരു ലൈംഗിക ബന്ധം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വികാരം താല്പര്യപ്രകാരം ആസ്വദിച്ചുകൊണ്ടിരിക്കൂ എന്ന് പറയുന്ന ആളുകൾ സൃഷ്ടിക്കുന്ന ലോകം എന്താണ്?